ശ്രീരാജസുതേ ദേവി പാർവതീ പരമേശ്വരി ഗിരിവാസപുണ്യകാക്കൂരുമന്തിയെ ഇല്ലായ്മ നീ വരുത്തന്റെ എല്ലാ നന്മയുമേകണേ അല്ലുണ്ട് വലക്കല്ലേ കരുവന്നരുമന്തിയെ. ക്ഷേത്ര നട തുറന്നു കേട്ടോ. ഇത് ഊട്ടുപോരെയാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ദിവസം ഭക്ഷണം കൊടുക്കുമോയെന്നറിയില്ല. ഇത് പഴയ ഊട്ടുപോരി.
ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ നല്ല അടിപൊളി കുളമുണ്ട് കേട്ടോ. ഞാൻ ബേക്കുന്നത് ഇത്രയും വലിയ ക്ഷേത്രം ഉണ്ടായിട്ട് ഈ ക്ഷേത്രത്തിൽ കുളം കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ബേക്കുന്നത്. നോക്കുമ്പോൾ അതാ നല്ല അടിപൊളി കുളമുണ്ട് കേട്ടോ. ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ അല്ല കണ്ണൂരിൽ തന്നെ ഏറ്റവും വലിയ കുളമുള്ള ആൾക്കാരുടെ ക്ഷേത്രമായത് ഏത് ചെർക്കക്കോവിലത്തിൻ്റെ ചെറ ഞാൻ അത് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു മുമ്പിട്ടും അതാണ് കേട്ടോ. നല്ല വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. ഉള്ള മീനുകൾ കാണുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മറ്റേ സ്ലൈഡ് അടിക്കുന്നുണ്ട്, റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ. പിന്നെ അവർക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അവർക്ക് ജലത്തിൽ നിൽക്കുന്നതായാലും നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, വലിയ മീനാണ്. നല്ല പ്രകൃതി ഭംഗിയായിട്ടില്ല. കാരണം ഇവിടെ വന്നാൽ എന്നാൽ തണുപ്പ് എന്നറിയാം. നല്ല AC നിന്ന പോയിട്ടുണ്ട്. നോക്കിയേ നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും മനസ്സും ശരീരവും ഇല്ല, ശരിക്കും കൂളിങ് അനുഭവപ്പെടുന്നു. എന്നുവെച്ചാൽ വല്ലാതൊരു അനുഭൂതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ അപ്പുറം വേറെ ഒരു വേട്ടക്കൊരു മകൻ്റെയും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതെന്നാൽ നമുക്ക് ചോദിക്കാം. അത് ഇവരെ ഇതിൽ പെടുന്ന തന്നെയാണെന്ന് തോന്നുന്നത്. പിന്നെ ഇവർ കാവുമായിട്ട് ബന്ധമില്ലേ, ചാമണ്ടിക്കോട്ടൊക്കെ ബന്ധമില്ല. അതും എന്തായാലും പിന്നെ നമുക്ക് സുരേഷേട്ടനോട് ചോദിച്ചിട്ട് ഇവരെ 10-30 ചില ക്ഷേത്രങ്ങളന്ന് രവീന്ദ്ര രാജവർമ്മ അദ്ദേഹം നമ്മളോട് ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കത് സുരേഷ് ചേട്ടനോട് ചോദിക്കാം. സുരേഷ് രാജവർമ്മ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹം അന്ന് എന്നോട് മധുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രമുള്ള സമയത്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാനും തിരക്കായി, എനിക്കും പോകാൻ പറ്റണ്ടായി. പിന്നെ അദ്ദേഹം എന്ന് വെച്ചാൽ തിരക്കുള്ള മനുഷ്യനാണ്. വെച്ചാൽ അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടി എത്തണ്ടേ. അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന് പേഴ്സണലായാലും ക്ഷേത്രത്തിൻ്റെ ആയാലും കണ്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോണിൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് മധുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിന്നെ അവിടെ ലക്ഷദ്വീപ സമർപ്പണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വന്ന് ചിത്രീകരിച്ചതാണ് കേട്ടോ. അന്നേരം അന്ന് അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിയത് ഞാൻ ചിത്രീകരിക്കാൻ വന്ന സമയത്ത്. നല്ലൊരു ഊട്ട് വരും കേട്ടോ, ചെറിയൊരു മിനി ഊട്ട് വരികയാണ് ഇത്. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കണം എന്നില്ലല്ലോ. എല്ലാം മനുഷ്യൻ്റെ രൂപം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മനുഷ്യൻ്റെ രൂപവും മൃഗത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യന്മാരാന്ന് നമ്മളെ ഒത്തിരി കണ്ടിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നത്. അങ്ങനെ നമ്മളെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അധികാരികൾ, പിന്നെ അദ്ദേഹം നമുക്ക് ഒരു മാഷാണ്,
ഇതിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ക്ഷേത്ര കാലപ്പഴക്കവും ഇതൊക്കെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെറുക്കക്കോലത്തിൻ്റെ അധീനത്തിലുള്ള ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കാൻ വരുമ്പോൾ അവരെ ഹെഡ് ഓഫീസിൽ പോയിട്ട് തന്നെ, അതായത് ചെറുക്കൽ കോവിലത്തിൽ അവിടെ പോയിട്ട് തന്നെ പിന്നെ കടലായി അമ്പലത്തിൽ പോകുന്ന വഴിക്കാണ് വരിക ഇവർ ഓഫീസ്. അവിടെ പോയിട്ട് നമുക്ക് എല്ലാ ക്ഷേത്രത്തിൻ്റെയും ഫോൺ നമ്പറും പെർമിഷൻ വാങ്ങാം. എന്നാൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ടില്ല. ഇതിപ്പോൾ നാട്ടുകാർ ദേശവാസികളെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രം വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഏതായാലും പിന്നെ സുരേഷ് ചേട്ടനോട് പോയിട്ട് അവിടെ പോയിട്ട് എല്ലാ ക്ഷേത്രത്തിനും ഇപ്പോൾ ഒരു വക ക്ഷേത്രമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളെ നമ്പറും അവിടുത്തെ അധികാരികളുടെ നമ്പറെല്ലാം വാങ്ങിയിട്ട് ഞാനൊരു ദിവസം വരാം. നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ചെറുക്കക്കോവിലത്തിൻ്റെ കീഴിലുള്ള 32, 34 അങ്ങനെയാണെന്ന് തോന്നുന്നു, അത്രയും ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ എല്ലാം വിശദ വിവരങ്ങൾ തരാം. ഇതൊന്നും അതിൽ പെട്ടുന്നതാണ്. നല്ല നമസ്കാരം. എന്നാ മോനെ പേര്? പ്രണവ്. പിന്നെ എത്ര മണിക്ക് ഇവിടെ നട ഓർക്കാറ്? രാവിലെ 5:30 ഓർക്കും. എത്ര മണിക്ക് അടക്കുക? 10 മണിക്ക് അല്ലേ? അപ്പം ദൂരത്തെല്ലാം വരുന്ന കൂട്ടുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ കുറച്ച് സമയം കൂടി നിൽക്കൂലേ അല്ലേ? കുറച്ച് വണ്ടി വലിയ വാഹനത്തിലെല്ലാം വരുന്ന കൂട്ടാണെങ്കിൽ ഒരു നമ്മൾ ഈ 4 വരെ ദർശനത്തിലെ ആൾക്കാർ പോകുന്നില്ലേ, അതുപോലെ എല്ലാം പോകുന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് സമയം കൂടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കൂലേ അല്ലേ? പിന്നെ ഉച്ചക്ക് പൂജയുണ്ടോ? ഉഷപൂജ രാവിലെ 7:30 പിന്നെ ഉച്ചപൂജ 9:30 തന്നെയാണല്ലേ? പിന്നെ വൈകിട്ട് എത്ര മണിക്കാണ് ഓർക്കുക? 5:30 കുറഞ്ഞിട്ട് 7:30 വരെ ഓർക്കും അല്ലേ? കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ കുറഞ്ഞതാ? മുമ്പും അങ്ങനെ തന്നെ അല്ലേ? ഇവിടുത്തെ ഉത്സവം എപ്പോൾ വരുന്നത്? ശിവരാത്രിക്കാണ് വരുന്നത്. ശിവരാത്രിക്ക് ഒറ്റ ദിവസത്തെ ഉത്സവം? 6 ദിവസത്തെ അല്ലേ? പിന്നെ തിടമ്പ് നിർത്തുണ്ടോ അവിടെ? ഇരട്ട തിടമ്പ? അതെ, ശിവന്റെ മാത്രം അല്ലേ? ക്ഷേത്രത്തിന്റെ ഉള്ളില് പിന്നെ മഹാദേവനല്ലാതെ ഗണപതി ഉണ്ടോ? ഗണപതിയുണ്ട്. പിന്നെ ഗുരുസ്ഥാനുണ്ട്. പിന്നെ ഇല്ല. ദേവിക്ക് സ്ഥാനമുണ്ടോ? ഒന്നുമില്ല അല്ലേ? പുറത്തുള്ളത് മഹാവിഷ്ണു പുതിയതായിട്ട് വന്നല്ലേ? അത് അതിന് മുമ്പിലുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പിന്നെ അപ്പുറമുള്ള ശാസ്താവ് അല്ലേ? വനശാസ്താവ് അല്ലേ? പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ മൂർത്തികളായിട്ട്? ഇതല്ലേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ കീഴിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടോ? അങ്ങനെ ഇതിൻ്റെ നമ്മളിപ്പം പറയില്ലേ, ഇതിൻ്റെ അധീനത്തിൽ ഇതിൻ്റെ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ വേറെ മറ്റു പല ക്ഷേത്രങ്ങളും വരും. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണാം. അവിടെ വെച്ചതാണ് ഇല്ലല്ലേ? അപ്പോൾ നിങ്ങളെ ഓഫീസ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അഥവാ ഇവിടെ വരുന്ന കൂട്ട് ഓൺലൈനിൽ പ്രസാദം അയച്ചു കൊടുക്കലുണ്ടോ? അയച്ചു കൊടുക്കലുണ്ടല്ലേ? എന്നാൽ നിങ്ങൾ അതിൻ്റെ ഒന്ന് നമ്പർ ഒന്ന് ആയിരിക്കും ദൂരത്തിനാലും ചെയ്യുന്നുണ്ടെങ്കിൽ വരാൻ പറ്റാതെ കൂട്ടുണ്ടെങ്കിൽ 98 47 96 62 40. അതെ. ക്ഷേത്രത്തിൻ്റെ പേര് കൂടി പറയും. കുറ്റാട്ടൂർ മഹാശിവക്ഷേത്രം. മഹാശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അതീവ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മഹാദേവൻ്റെ പാദചരണങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. എത്ര ദിവസത്തിലാണ് അന്നദാനം കൊടുക്കാറ്? മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച അല്ലേ? എത്ര മണിക്കാണ് കൊടുക്കുക? അല്ല, മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം അല്ലേ? ഇവിടെ എല്ലാവർക്കും ചെയ്യാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാനം ഇത്ര ആക്കുന്ന കണക്കുണ്ട്. അത് 5 പേർക്ക്, 10 പേർക്ക്, 25 പേർക്ക്, 50 പേർക്ക്, 100 പേർക്ക് ഇങ്ങനെ കണക്കുണ്ട്. നിങ്ങൾക്ക് 1000 പേര് അങ്ങനെ പോവാം. അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ ക്ഷേത്ര ഓഫീസുമായി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നിന്നല്ലേ. നമ്മളെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ക്ലർക്കാണല്ലേ? ഇവിടുത്തെ വഴിപാട് ക്ലർക്കായിട്ടാണ് ഉള്ളത് അദ്ദേഹം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ ആവശ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അതിന് ആത്മാർത്ഥമായി ഭഗവാനോട് എത്രത്തോളം മനസ്സർപ്പിച്ച് വെച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ഫസ്റ്റ് ടൈം കണ്ട സമയം മുതൽ ഈ സമയം വരെ അദ്ദേഹം ഓരോ കാര്യങ്ങളും നമുക്ക് ഭഗവാനെ പറ്റിയിട്ട് 1000 നാവാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് നമുക്ക് ഒരു ക്ഷേത്രത്തിലെ പോസിറ്റീവ് എത്രത്തോളം ഉണ്ട്, അവിടുത്തെ ക്ഷേത്രത്തിലെ ആൾക്കാരെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്ഷേത്രത്തിലെ ആൾക്കാരെ പ്രവർത്തനങ്ങളൊക്കെ നെഗറ്റീവായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ആ ക്ഷേത്രത്തിൽ എത്രത്തോളം നെഗറ്റീവ് ഉണ്ടെന്ന്. പിന്നെ ചെറുക്കക്കോവിലത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെല്ലാം അത്ര പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രങ്ങളാണ്. അതെല്ലാം അദ്ദേഹം എല്ലാം ജനിക്കുന്ന അത്രയോ മുമ്പുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്ര പറയുന്നുണ്ട് അറിയില്ല. 1000-1500 വർഷം എന്തായാലും ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ കല്ലിൻ്റെ എല്ലാം ഇത് കാണുമ്പോൾ അത്ര ഇതിൽ വരുന്നത് ഇടല്ലേ? എടുക്കാൻ പറ്റുമെങ്കിലും എടുത്തോളൂ. എവിടെയാണുള്ളത്? നിങ്ങൾ ഒന്ന് എടുത്തുതരുമോ? അത് മാത്രം
അതിൻ്റെ ഒരു ഇതുകൂടി വേണം. രണ്ട് മൈനയെ കണ്ട നല്ല ലക്ഷണം എന്ന് പറയുന്നത് കുഞ്ചാലോട്ടർ. അതിനോട് 2 മൈനയെ കണ്ട ഉണ്ടോ? ഒറ്റ മൈനയല്ല, 2 മൈനയാണ് കേട്ടോ. കണ്ടോ? 2 മൈനയെ കണ്ട നല്ല ലക്ഷണം എന്ന് പറഞ്ഞില്ലേ? 2 മൈനയെ ഞങ്ങൾക്ക് കാണിച്ചത്. ഇനി ആർക്കും ഒരു പ്രശ്നവുമില്ല. ശിഖാലിഖിതം എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ഇതെല്ലാം കൃത്യമായിട്ടുള്ളത്. അത് അത്ര കാലപ്പഴക്കമുള്ള സംഗതികളാണ് കേട്ടോ. അത് അവർ വേറെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് കാണാം. പിന്നെ അന്നത്തെ കാലത്ത് കൊത്തിവെച്ചായത്. ക്ഷേത്ര ശിലാഗിരിയാണ്. ക്ഷേത്രത്തിൻ്റെ അന്നദാനത്തിന് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ QR കോഡും കൂടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്താലും മതി. നിങ്ങൾക്ക് പിന്നെ ക്ഷേത്രത്തിന് അന്നദാനം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാവും കേട്ടോ. ഇനി മറിച്ച് അതല്ല നിങ്ങൾക്ക് ബാങ്ക് വഴി അങ്ങനെ അയക്കാനാണ് താല്പര്യമെങ്കിൽ ഇതാ അതിൻ്റെ ബാങ്ക് നമ്പർ ഒക്കെ ഉണ്ട്. കനറ ബാങ്കാണ് കേട്ടോ. ഇത് ക്ഷേത്ര ഓഫീസ് നമ്പറാണ്, അല്ല വഴിപാട് കൗണ്ടർ നമ്പറാണ് കേട്ടോ. അത് അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് പൂജാ വഴിപാടിനെല്ലാം ഇത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഓരോളെ ഭാഗമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായത്. ഓരോ സംഭവങ്ങൾ ജൂൺ വരെയുള്ള ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് മെയ് മാസം വരെയുള്ളത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സംഭവങ്ങളെ പറ്റിയിട്ടില്ലാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഇത് നിർമ്മാലയത്തിൻ്റെയാണ്. ക്ഷേത്ര കലവറ നിറയ്ക്കാനുള്ള മണ്ഡപത്തിൽ ഇത് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വൃക്ഷത്തൈകളെ പറ്റിയിട്ടുള്ള ഏതെല്ലാം വൃക്ഷങ്ങൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കുള്ളതാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ. ഒരു ക്ഷേത്രം നമുക്ക് ഒരുപാട് നല്ല നല്ല അറിവുകളും അനുഭവങ്ങളും തരുന്ന സംഗതികളാണ് കേട്ടോ. നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ തരുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് പുതിയ നല്ല നല്ല നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓരോ ക്ഷേത്രത്തിനും പഠിച്ചെടുക്കാനുണ്ട്. ചില ക്ഷേത്രങ്ങൾ പറയുന്നില്ല, ചില ക്ഷേത്രങ്ങൾ അത് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും. നമുക്ക് നെഗറ്റീവ്, നമ്മളെ ബോഡിയിലുള്ള നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നല്ല നമസ്കാരം. ചന്ദ്രബിംബനേ ദേവി സുപ്രഭാതഭിവന്ദനം. ജാതികാസുരനെ കൊല്ലൂലമേന്തിയ ഭീഗതി ഘോരമുണ്ടേ സുപ്രഭാതഭിവന്ദനം. ദുഷ്ടർക്കുശിഖനന്ദീര രക്ഷിക്കാനങ്ങളെ അഭ്യർത്ഥനേ പ്രഭാതഭിവന്ദനം. സർവദുഃഖഹരേ ദേവി സർവസൗഖ്യപ്രദായിനി തന്മയേ ജനീതായേ സുപ്രഭാതഭിവന്ദനം. എനിക്കുമെൻ കുലത്തിനും എന്നും നീ രക്ഷ നൽകണേ ചന്ദ്രചൂടസുദേവി പ്രഭാതഭിവന്ദനം. സർവത്വ ശാന്തിയുണ്ടാകാൻ സർവൈശ്വര്യങ്ങൾ കൈവരാൻ പ്രാർത്ഥിപ്പൂ ദേവസംപൂജ്യേ സുപ്രഭാതഭിവന്ദനം. കാളി കാളി മഹാകാളി കാലാടി കാലനേ പാഹി പാഹി കലാദേവി സുപ്രഭാതഭിവന്ദനം.